നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ സംശയിക്കുന്നു എങ്കിൽ അത് നിന്റെ മനസ്സിൽ തന്നെ വെച്ചാ പോരെ. മാഷും കമലേച്ചൊക്കെ ഇരിക്കുന്നിടത്തേക്ക് വന്ന് ഇങ്ങനെ മാന്യത ഇല്ലാതാണോ സംസാരിക്കുന്നത്? സ്വന്തം അച്ഛനെയും പെറ്റ തള്ളയും വരെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടെ സ്വത്തുക്കള് തട്ടിയെടുക്കാൻ നോക്കിയവൾക്കേ ഏത് രീതിയിലുള്ള മാന്യത കൊടുക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. എനിക്കറിയാം. നിന്റെ മനസ്സിലെ സംശയങ്ങൾ സ്ഥിരീകരിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നീ എന്തർത്ഥത്തിലാ അർച്ചന തന്നെയാണ് അത് ചെയ്തതെന്ന മട്ടിൽ സംസാരിച്ച് എല്ലാവരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഈ വീട്ടിൽ നീ അടക്കം ആരെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ മതി കേസ് വഴിതിരിയാൻ. ആ സാഹചര്യത്തിൽ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഈ കുടുംബത്തിന് ഉള്ള സ്വസ്ഥത കൂടി കളയരുത്. കളയും. ഞാൻ ഈ വീടിന്റെ സ്വസ്ഥത കളയുന്ന്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് അർച്ചനയായാലും അവന്തികയായാലും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ടാണ് അവളുടെ വക്കാലത്തും കൊണ്ട് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് വാദിക്കുന്നെങ്കിലേ അർച്ചനയാണ് ഇതിന്റെ പിന്നിലെന്ന് ശക്തമായി ഉറക്കെ തന്നെ ഞാൻ പറയും. ഇന്നാളിവിടെ പറയുന്നത് കേട്ടു, അർച്ചനയാണ് എല്ലാവരെയും രക്ഷിച്ച മാലാഖയെന്ന്. എല്ലാത്തിനും ഒരുമിച്ച് വിഷം തന്നിട്ട് എല്ലാം കൂട്ടത്തോടെ ചത്തോന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാ അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് കൃത്യസമയത്തൊരു ലോറി, അതിലൊരു രക്ഷകനും. അവള് പറയാനും ഇവിടുത്തെ ബാക്കി ആൾക്കാരത് വിശ്വസിക്കാനും. കുറച്ചൊന്ന് മാറിപ്പോയിരുന്നെങ്കിലേ പരലോകത്തിരിക്കായിരുന്നു എല്ലാവർക്കും കൂടെ. അല്ല, എപ്പോഴും നിങ്ങൾ പറയുമല്ലോ ഞാനും എന്റെ അനിയത്തിയാണ് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്ന്. എന്നാലേ ഞങ്ങള് മാത്രമല്ല. അവന്തികയ്ക്ക് പകരം അർച്ചന, അനഘയ്ക്ക് പകരം ആതിര. അവന്തിക ചെയ്തത് നേർക്കുനേർ നിന്ന്, അർച്ചന ചെയ്യുന്നതേ ഒളിഞ്ഞും പാത്തും. അത്രേ ഉള്ളു വ്യത്യാസം. ഞാൻ ക്രിമിനലാ, അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. അർച്ചന എന്നേക്കാ വലിയ ക്രിമിനലാ. എനിക്ക് മുന്നേ അവള് കൊല്ലും എല്ലാത്തിനെയും. ദേ, ഞാനീ പറഞ്ഞതേ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെച്ചോ. അവളുടെ കൈകൊണ്ട് ചാവുന്നതിന് തൊട്ടു മുൻപ് മനസ്സിലാവും ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്താക്കണം. എന്താ, പറ്റോ? പറ്റും. ഈ കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒന്നിനെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. നീ പറഞ്ഞതാ സത്യം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അർച്ചന കുറ്റക്കാരിയാണെന്ന് തെളിയുമ്പോ അവളെ ഞാനായിട്ട് തന്നെ ഈ വീട്ടിൽ നിറക്കി വിടും. അതിനു മുമ്പ് ഇവിടെ നിറങ്ങേണ്ട ഒരാളുണ്ട്. ഈ കുടുംബത്തെ ഇത്രയും നാൾ ദ്രോഹിച്ച നീ. ആദ്യം ആ വിധി നടപ്പിലാക്കാം, എന്നിട്ട് നോക്കാം അർച്ചനയുടെ കാര്യം. ഇപ്പോ ഈ നിമിഷം നീ ചെയ്തതെല്ലാം എല്ലാരോടും വിളിച്ചു പറഞ്ഞു നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ പോവാ. എന്റെ അച്ഛൻ സമ്മതിച്ചാൽ നിന്നെ ഈ വീടിന്റെ നടയിലിട്ട് കൊല്ലും ഞാൻ. സഹോദരങ്ങൾക്കിടയിൽ ഓരോന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന നീ ഇനി ഈ വീട്ടിൽ വേണ്ട. നിന്റെ പ്രതികാരം നീ ഈ വീട്ടിന്റെ പുറത്ത് നിന്ന് ചെയ്താൽ മതി. എന്റെ കൂടെ നീ ചെയ്തതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ എണ്ണി എണ്ണി പറയുമ്പോ നീ ഉണ്ടാവണം അവിടെ. എല്ലാവരും അറിയട്ടെ അവന്തിക എന്ന രാക്ഷസ ജന്മത്തിന്റെ ഉദ്ദേശവും സ്വഭാവവും. നമസ്കാരം സർ. നമസ്കാരം. ആഹാ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എന്തായി സാർ അന്വേഷണം? എന്തെങ്കിലും തെളിവ് കിട്ടിയായിരുന്നോ? അത് പറയാനാ ഞാൻ വന്നത്. അർച്ചനയിൽ നിന്നൊരു കാര്യം അറിയണമായിരുന്നു. അന്ന് കേക്ക് ഡെലിവറി ചെയ്ത പയ്യനെ ഇനി ഒരിക്കൽ കൂടി കണ്ട തിരിച്ചറിയോ? ഉറപ്പില്ല സർ. കണ്ടാ ചിലപ്പോ. ഇതാണോ പയ്യനെ നോക്കിയേ?
ഇവനാണോ കേക്ക് കൊണ്ടുവന്നത്? അല്ല സർ, വേറൊരാളാ. വേറൊരാളാണെങ്കിൽ കേക്ക് മാറ്റിവെച്ചത് ഇവന്. അങ്ങനെ പറയാൻ കാരണം ഒരേപോലത്തെ 2 പാക്കറ്റുകൾ ഏകദേശം ഒരേ സമയത്ത് ഈ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ CCTV ഓഫായിരുന്നെങ്കിലും വഴിയരികിലെ CCTV നല്ല പോലെ പതിഞ്ഞിട്ടുണ്ട് ഇവന്റെ മുഖം. ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അറിയാം സർ. ആരായാലും ഇവന് ഈ കുടുംബവുമായി എന്താ ബന്ധം? എന്താ ഇവന്റെ പേര്? ഇയാളുടെ പേര് അജയൻ എന്നാ. ഈ കുടുംബമായിട്ട് ഇവന് ബന്ധമൊന്നുമില്ല. ഉള്ളത് എന്റെ വീടുമായിട്ടാ. എന്റെ അനിയത്തിയെ വിവാഹം ചെയ്യാനിരുന്ന ആളാവൻ. നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയി. അതെന്താ മുടങ്ങാൻ കാരണം? അത് ഞാൻ പറയാം സാർ. നിശ്ചയത്തിന്റെ അന്ന് അജയൻ വന്നില്ല. അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ വഴക്കായി. പിന്നീട് കാര്യമായി അന്വേഷിച്ചപ്പോഴാ ആളത്ര നല്ലവനല്ല എന്നറിഞ്ഞത്. പിന്നീട് ഒരു തവണ അജയന്റെ അച്ഛനും അമ്മയും വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു വന്നിരുന്നു. എന്റെ മോൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അജയൻ പൈസയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്തവനാ സാറേ. അപ്പോ അതാണ് കാര്യം. പിന്നീട് ഇവൻ എന്തെങ്കിലും പറഞ്ഞ് ആരുടെങ്കിലും അടുത്ത് വന്നിരുന്നോ? പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല സർ. വിവാഹം മുടങ്ങിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കാൻ പോയിട്ടുമില്ല. എന്തിനാ സാറേ അവൻ ഈ കുടുംബത്തോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്തു? അത് അവൻ തന്നെ പറയണം. അവനെ കൈ കിട്ടിയാൽ ഞാൻ അവനെ കൊണ്ട് പറയിപ്പിച്ചോളാം. ഒരു കാര്യം മാത്രം ഇപ്പൊ ഉറപ്പു പറയാം. കേക്ക് മാറ്റിവെച്ചതും നിങ്ങളെ കൊല്ലാൻ നോക്കിയതും ഇവൻ തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.